ഞാൻ പിന്നെ വിളിച്ചു. തിരക്കിലാണോ ചോദിച്ചാ കുറച്ച് തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല. എന്റെ പറഞ്ഞോ. ചേട്ടനിപ്പം പുറത്തു പോയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട്. ആഹാ, പുള്ളി കറക്കം തുടങ്ങിയോ വന്നപാടെ? ഇനിയിപ്പോ 2 മാസത്തേക്ക് ഒന്നും നടക്കത്തില്ലല്ലോ ഇനിയിപ്പോ നമ്മുടെ കാര്യം. ഞാനതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പോ 1-2 മാസത്തേക്ക് ഒരു പരിപാടി നടക്കത്തില്ലല്ലോ. അല്ല, വീട്ടില് ഇപ്പം ഉണ്ടാവുമ്പോ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല നിന്നോട്. വീട്ടിലുണ്ടാകുമ്പോ ഒട്ടും സംസാരിക്കാൻ നടക്കത്തില്ല. ഞാൻ ശരിക്കും അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ച, പിന്നെ ഓർത്ത് ആയിട്ട് കാണാമല്ലോ, അപ്പൊ നൈസായിട്ടെങ്കിലും ചോദിക്കാലോ എന്ന് വിചാരിച്ചു. ചേട്ടന് വന്ന പാടെ പരിപാടി തുടങ്ങിയല്ലേ? പുറത്തു പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അല്ല, നീ നേരത്തെ വരുമെന്ന്? ഞാനൊരു 7:30 ചേട്ടനെ എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ വരാം. ചെറിയൊരു ചാൻസ്. ഞാൻ നേരത്തെ വരാം. വല്ല നടക്കുവോ? പറ്റുമോ? പക്ഷെ പുള്ളി എപ്പോഴാ വരുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അച്ഛനുണ്ട്, അത് കുഴപ്പമില്ലല്ലോ. ഒന്നും കുഴപ്പമില്ല, വന്നാ പോരെ. അല്ല, ഞാനിങ്ങനെ നോക്കുമായിരുന്നു. കഴിഞ്ഞ തവണ അടിപൊളിയല്ലായിരുന്നു? അച്ഛനൊന്ന് പോയ സമയത്തില്ല, 2-3 ദിവസം. എങ്ങനെ ഉണ്ടായിരുന്നു അത്? അതിന്റെ ഇഷ്ടപ്പെട്ടോ? രുചി പറഞ്ഞതല്ലേ നിന്നോടത്. എനിക്ക് എന്റെതിപ്പാ ഇനിയിപ്പം എന്റേത് കുടിക്കണ്ടേ? വൈകിട്ട് നമുക്കൊന്ന് നോക്കാം, സമയം ഉണ്ടെങ്കിൽ. അത് പുള്ളിനെ ഒന്ന് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി, വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ അറിയാൻ പറ്റുമല്ലോ, ഇപ്പൊ വരുമെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇനിയിപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ കണക്കാ, 10 മണി 11 ആവും രാത്രി വരുമ്പോ. നമ്മൾ സ്ഥിരം കാണുന്നല്ലേ. അപ്പൊ ഇനിയിപ്പോ വരുമ്പോ 10 മണി അങ്ങനെയാണെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാല്ലേ. എനിക്കാണെ വലിയ ബുദ്ധിമുട്ടാ. എത്ര ദിവസം എനിക്ക് സ്ഥിരം കൈപ്പിടി തന്നെ കൈപ്പണി തന്നെ കൈപ്പണി നടക്കുന്നുള്ളൂ. വേറെന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ വൈകിട്ട് നേരത്തെ വരട്ടെ. ചേട്ടനാണെങ്കിൽ അങ്ങനെ ചുമ്മാ ഇങ്ങനെ എനിക്ക് ചേട്ടൻ തുടങ്ങിയ തൃപ്തിയാവുന്നില്ല. ചേട്ടൻ വന്നിട്ട് പരിപാടി തുടങ്ങിയ? അല്ല, ചേട്ടനൊക്കെയാണ് എനിക്ക് ഇനിയാണ് സെറ്റ് ആവുന്നത്. ചേട്ടന്റെ ഒന്നും ചെയ്യാറില്ലേ? ചേട്ടനൊന്നും ചെയ്യാറില്ല? ചേട്ടന്റെ കാര്യം നോക്കിട്ട് മാറും. അങ്ങനെയാണോ? ഓഹോ. നീയാണെങ്കിൽ നന്നായിട്ടങ്ങ്. ഞാനാണെങ്കിൽ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് വേണ്ട രീതിയിലൊക്കെ. അതെ, എന്റേത് കുടിക്കാൻ വേണ്ടേ? ഞാനെപ്പോഴും നിന്റെ അല്ല കുടിക്കുന്നത്. വൈകിട്ട് നടക്കുമോ അത്? വൈകിട്ട് ഇപ്പം വരുന്ന സമയം അറിയത്തില്ല, അതാ. മറ്റേതൊക്കെ ആകുമ്പോ നമുക്ക് നൈറ്റ്, അന്ന് നൈറ്റ് 3 നൈറ്റ് മറ്റേതാകുമ്പോ എളുപ്പമല്ലേ. അച്ഛൻ പിന്നെ ശ്രദ്ധിക്കത്തില്ല. അച്ഛന് TV കണ്ടോണ്ടെങ്കിൽ ഇരിക്കത്തേ ഉള്ളൂ, കണ്ടിട്ടില്ലേ? ഈ കിച്ചണിലോട്ട് വന്നാ മതി. കിച്ചന് വെച്ച് നടക്കുമോ? നോക്കാം. അതാകുമ്പം വരുന്ന കാണുമല്ലോ പുറത്ത് വിൻഡോയിലൂടെ. കിച്ചന് വെച്ച് മൊത്തത്തിൽ നടക്കത്തില്ല. മൊത്തത്തിലല്ല, ചെറുങ്ങനെ എന്തെങ്കിലും. അല്ല, എനിക്ക് അതാ വേണ്ടത് മെയിനായിട്ട്. നോക്കാം. അതങ്ങനെ അങ്ങ് ശീലിച്ചത് കൊണ്ട് ഇപ്പൊ പറ്റത്തില്ല അത്. നീ ഡ്രസ്സൊക്കെ മാറി അകത്തൊന്നും ഇടണ്ട, ചുമ്മാ ഇങ്ങനെ. നമ്മള് ഷോർട്സ് അല്ലേ ഇടുന്നത്. അതാകുമ്പോ എനിക്ക് പെരുമാറാനും കയ്യില് ഇട്ട് പെരുമാറാണെങ്കിൽ. അല്ല, അത് എപ്പോഴും അങ്ങനെ ആണല്ലോ, അതല്ലേ ഇടുന്നത്, ഷോർട്സ് അല്ലേ ഇടുന്നത്. പക്ഷെ ഒന്നും നടന്നില്ലെങ്കിൽ തൽക്കാലം സമയം പുള്ളി വരുന്ന അറിയത്തില്ലല്ലോ. ഇപ്പൊ ഒന്നും നടന്നില്ലെങ്കിൽ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പണിയെടുത്ത് തന്നാൽ മതി. അതാ കുഴപ്പമില്ല. പറ്റുവാണെങ്കിൽ ഒന്ന് കുടിച്ചോ, അതാ സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. ചേട്ടൻ കുടിക്കാൻ തരാണ്ട്, പക്ഷെ അതിലും ടേസ്റ്റ് നിന്റെതാ. പുള്ളി അങ്ങനെ ചെയ്യുമോ? എന്റേതൊന്നും ചെയ്തിട്ടില്ല, നീയല്ലേ ചെയ്ത് തരാറ് എനിക്ക് കൂടുതൽ. ഞാൻ ചെയ്യുന്നതിന്റെ അത്ര വരുമോ? ഒരിക്കലും വരത്തില്ല. പറയുമ്പോ തന്നെ എനിക്ക് തുടിക്കുന്നു.
ഉം. ഇപ്പൊ എനിക്കും ഇതായി. എന്റതും ചാടി. ഉം. വൈകിട്ട് 12 ഞാൻ നേരത്തെ വരാൻ നോക്കാം. ഒരു 6 മണി 6:30 വരാം. സാധാരണ 8 മണിയൊക്കെ ആവത്തില്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങാം. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോണെന്ന് പറയുന്നുണ്ടായിരുന്നു 2 ദിവസം. ആ ആഹാ. 2 ദിവസം കിട്ടും നമുക്ക്. അതെപ്പോഴാന്ന് അറിയത്തില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ ഏട്ടത്തിയും പോകേണ്ട വരത്തില്ലേ? വിളിച്ചില്ലേ? ഇല്ല ഇവര് ഫ്രണ്ട്സ് മാത്രം പോകുന്നതാ. ഉറപ്പാണോ? അതുകൊണ്ട് ഫാമിലിനെ കൂട്ടുന്നില്ല, ഫ്രണ്ട്സ് മാത്രം പോകുന്നത്. അപ്പൊ അന്നത്തെ 2 ദിവസം നോക്കാം. 2 നൈറ്റ് കിട്ടൂല. ആ, ഡേ അങ്ങനെയാണെങ്കിൽ അത് ടൈമിൽ നമുക്ക് പിന്നെ നീ പൊളിക്കാം. വർക്കിന് പോവല്ലോ, ഉം. അത് പിന്നെ മുടക്കണ്ട. ഉം. നമുക്ക് നൈറ്റ് മതി, ഉം. നൈറ്റ് വേണമെന്നില്ല. ഇത് പിന്നെ ഇപ്പൊ അങ്ങോട്ട് ഒന്നും പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ഇല്ലേ. അത് പിന്നെ അന്നത്തെ ആ 3 ദിവസം നൈറ്റ് ഉറങ്ങാത്ത ഒരു നൈറ്റ് ആയിരുന്നു. അതാണ്, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതിന്റെ തന്നെ. നിന്നെ കുറെ പോയെന്ന് തോന്നല്ലോ അന്ന്. എത്ര 5-6 തവണ, എന്നിട്ട് മതിയായോ? അതുമില്ല. അവസാനം അല്ലാതെ നോക്കുമല്ലായിരുന്നു, അല്ലാതെ എവിടെ എല്ലാം കൊണ്ട് ഒഴിച്ച് പറ്റുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുവച്ചു. അതിൽ കുളിച്ച് കിടക്കുമായിരുന്നല്ലോ. പറ്റുന്നിടത്തെല്ലാം കൊണ്ടുവച്ചു. എന്നിട്ടും അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആവും. അതാണ് പ്രശ്നം. ആ ഒരു ഇതങ്ങോട്ട് മാറുന്നില്ല. അല്ല, എന്നെ കാണുമ്പോഴേ നിനക്കങ്ങനെ ആവുമല്ലോ. പിന്നെ കാണാതിരിക്കും, ഞാൻ പണിയെടുത്തല്ലേ, എത്ര പെരുമാറിയാലും മതിയാവത്തില്ലല്ലോ എന്നെ. പണിയെടുത്ത് ആക്കി വെച്ചിരിക്കുന്നതല്ലേ, നമ്മുടെ കൈപ്പണിയല്ലേ. ചേട്ടൻ പറഞ്ഞു, നീ ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ആ പറയാൻ അതങ്ങനെ പറ്റത്തില്ലല്ലോ നീ പെരുമാറിയിട്ടാണ്. അതങ്ങനെ ചേട്ടൻ എങ്ങനെ പറയാതിരിക്കും. കാണുമ്പോ തന്നെ പുള്ളിക്ക് ഇതായി കാണുമായിരിക്കും, അതായിരിക്കും. പുള്ളി പിന്നെ ഫ്രണ്ട്സ് വൈബ് അങ്ങനെയാണ്. ഇതിലൊന്നും വലിയ ഒന്നും കാണിക്കുന്നൊന്നും കാണുന്നില്ല. പേരിന് വേണ്ടി മാത്രല്ല, വന്നതിന്റെ പൂതിയൊന്നും ഇല്ലേ? വന്നതിന്റെ പൂതിയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇപ്പം എല്ലാരും വിളിച്ച് പറഞ്ഞോ, എന്ത് ആർക്കെങ്കിലൊക്കെ സാധനങ്ങൾ കൊടുക്കാൻ പോയതാണോ? ആണോ? ഓഹോ. അത് കുറച്ച് ദിവസം പിന്നെ അങ്ങനെ പോകും. അപ്പൊ നീ കുറച്ച് ദിവസം നേരത്തെ ചെറുതായിട്ട് എന്തെങ്കിലും നടക്കുമല്ലോ. അതെ പിന്നെ ആ അതെ. ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇവിടുന്ന് പിന്നെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും. ഏതാ, കേട്ടില്ല. അല്ല, ഇവിടെ വീട്ടിൽ നിന്ന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതല്ലേ, ഞാൻ ഇന്നലെ ആയിട്ടും ഇന്ന് രാവിലെയൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അച്ഛനും ഉണ്ട്, പിന്നെ പുള്ളിയും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് നടക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമില്ല, പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. നീ കൊതിയോടെ നോക്കുന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടൊക്കെയാ നോക്കുന്നേ. പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, പയ്യെ എനിക്കതല്ലേ തിന്നാ പനയും. കൊതിയല്ലേ കൂടുതലും. എനിക്കാ അതിലല്ലേ നീ പെരുമാറാറ്. എനിക്കതാ മതി. അതൊരു പ്രത്യേക ഒരു വൈബാ. അതിലൊക്കെ ഒഴിച്ചല്ലോ. എന്താ ഇഷ്ടം പോലെ. ഇതിപ്പോ തൊട്ടടുത്തുള്ളത് കൊണ്ട് കുഴപ്പമില്ല, എങ്ങനെ വേണേലും നോക്കാമല്ലോ. പക്ഷെ ഇനിയിപ്പം ഇത്ര ദിവസം ഒന്നും നടക്കത്തില്ലല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ, ശരിക്കും പറഞ്ഞ പുള്ളി വന്നപ്പോ തൊട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൈപ്പണി തന്നെ ആശ്രയം, അല്ല എന്ത് ചെയ്യാനാ. അല്ലാതൊരു വഴി. ഒരു തവണ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുമല്ലേ. പിന്നെ കണ്ടിട്ടില്ലേ, പുള്ളിക്കാരനൊന്നും അങ്ങനെയില്ല. ആണോ? എങ്ങനെ അത് വന്ന പിന്നെ അങ്ങ് എനിക്കറിയത്തില്ല. പോയി. അയ്യോ, നമ്മള് കണ്ടിട്ടില്ലേ നമ്മുടെ. പിന്നെ അതുകൊണ്ടല്ല എനിക്ക് അത്ര പിന്നെ ഞാൻ അതിലേക്ക് തൃപ്തിയാവുന്നത്. എത്തിക്കാറുണ്ടല്ലോ. പിന്നെ